കേരളത്തിന്റെ തെരുവോരങ്ങളിൽ ഇന്നലെ വരെ വീറുറ്റ പോരാളികളായി നടന്ന UDF-കാർ അഥവാ കോൺഗ്രസുകാരുടെയും ലീഗന്മാരുടെയും ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയും. ഇല്ലെങ്കിൽ നിങ്ങൾ കാണണം ആ ദയനീയ കാഴ്ച. ഈ കണ്ണി കണ്ട നാട്ടുകാർ ഓട്ടിച്ചിട്ട് തെറി വിളിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. മലപ്പുറത്ത് ഇന്നലെ വരെ തെരുവോരങ്ങളിൽ കോൺഗ്രസ് ഫാൻസുകാരായിട്ട് ലീഗ് ഫാൻസുകാരായിട്ടൊക്കെ ഞെളിഞ്ഞ് നടന്നവർ ഇന്നിപ്പോ രാത്രിയായി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്നത് ഈ വീഡിയോ പറഞ്ഞു തരും. സംഭവം ഇന്ദിരാഘട്ട ഇതാ UDF-ന്റെ ആൾക്കാരൊക്കെ തിരിഞ്ഞു മണ്ടാണ്. ഇന്ദിരാഘട്ടാന്ന് ചോദിച്ചപ്പോ ഒരാള് പറഞ്ഞത് ഇപ്പൊ നിങ്ങള് ഇടതുപക്ഷക്കാര് വലിയ വിലക്കൊക്കെ കറണ്ട് വാങ്ങിക്കാണ്ട് കേരളത്തിലെ ജനങ്ങളെയൊക്കെ പറ്റിക്കായിരുന്നു എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ ചെറിയ വിലക്ക് ഒരു കറണ്ട് വാങ്ങാൻ തന്നെ 10 കൊല്ലമായിട്ട് ഇനി എന്ത് മഴയില്ലെങ്കിലും എന്ത് വേനലുണ്ടെങ്കിലും കട്ടുകൂടെ ഉണ്ടായില്ല. അപ്പൊ ഇതാണ് കഥ. നാട്ടിലെ അവസ്ഥയാണ് മൊത്തം ഇരുട്ടിൽ മൂടി. പിന്നെ ചുങ്കത്തങ്ങാടിയാണിത്, ആകെ ഇരുട്ടിൽ മൂടി. ഈ ഇൻവെർട്ടറും ഇതൊക്കെ ആളുകൾക്ക് വലിയ കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഏതായാലും ഇൻവെർട്ടർ എമർജൻസിക്കൊക്കെ നല്ല ചിലവേക്കാണ്. അപ്പോൾ ഇന്നിരാ കട്ട് ഇപ്പോൾ 2-3 മാസം കൊണ്ട് ജനങ്ങൾക്ക് നല്ല മെച്ചാണ്. മൊത്തത്തിൽ കറണ്ട് കട്ട് 1000 ഉറുപ്പ്യ കിട്ടിയെന്ന് പെണ്ണുങ്ങൾക്കൊക്കെ 1000 ഉറുപ്പ്യ കിട്ടിയിട്ട് ആണുങ്ങളെ മേത്തിക്കയറാൻ പോയി എന്ന് പറഞ്ഞത്. ഒരു ലീഗാരൻ പറയണ അവർക്ക് 1000 കിട്ടിയപ്പോൾ ഒരു നമ്മളെ മേത്തിക്കെടുക്കാൻ വന്നിരുന്നു. ഇപ്പോൾ അത് നിന്നപ്പോൾ പോലെ ഉങ്ക് കുറഞ്ഞു വന്നു. ഓട്ടോറിക്ഷക്കാരെന്താ പറയാ, എന്താണ് അല്ല പ്രശ്നമല്ല. ഗവൺമെന്റ് ആശുപത്രിയിൽ പിന്നെ സൂചി അടിച്ച് മരിച്ചത് ഇതൊന്നും വിഷയമല്ല. ആകെ ഒരു 10-90 ഇപ്പൊ പോയി എന്നാ കേൾക്കണത്. ഓട്ടോറിക്ഷക്കാര് കറണ്ടില്ല കുത്തിയേക്കാന്. പുരോഗതി ഉണ്ട് എല്ലാ മേഖലയിലും, സമഗ്ര മേഖലകളിലും പുരോഗതിയാണ്. എന്താ കറണ്ട് കട്ടിനെ പറ്റി പറയാല്? നിങ്ങള് പ്രവാസിയാണ്, നിങ്ങള് ഇപ്പൊ കുടിയിൽ ചെല്ലുമ്പോ നിങ്ങൾ എമർജൻസി കൊണ്ടുപോകണോ? വന്നപ്പോ ഇൻവെർട്ടർ വാങ്ങി ഇപ്പൊ വന്നിട്ട് നിങ്ങളെ എമർജൻസി എന്തായി വാങ്ങിയോ? നിങ്ങളെ എമർജൻസി എന്തായി ഇവിടെ? ഞാനിപ്പോ പഴയതൊക്കെ റീപ്ലേസ് ഒക്കെ ചെയ്ത് നോക്കണ്ട്, ടോർച്ച് എമർജൻസി ഒക്കെ. അപ്പൊ വ്യവസായ മേഖലകളില്, ചെറുകിട വ്യവസായ മേഖലകളിൽ വൻ പുരോഗതി വരുന്നുണ്ടെന്ന് ആൾക്കാർ പറഞ്ഞു. കാരണം ഒത്തിരി എമർജൻസി കാര്യങ്ങളൊക്കെ ഉഷാറായിരുന്നു. കണ്ടില്ലേ, ഊക്കി വിടുകയാണ് ആൾക്കാർ. അതായത് ഇന്നലെ വരെ ഓരോന്നിനും പറഞ്ഞ് ന്യായീകരിച്ചവർ. കേരളത്തിൽ പവർ കട്ട് അത് ആര് ഭരിച്ചാലും ഇങ്ങനെയൊക്കെ തന്നെ. അത് നമ്മൾ നേരത്തെ ഇടനാഴി വഴിയൊക്കെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞപ്പോ പരിഹസിച്ചവർ. എന്താണ് ഇന്നത്തെ അവസ്ഥയും? നാട്ടുകാരുടെ ചോദ്യത്തിന് മുന്നിൽ ഒന്നും പറയാൻ പറ്റാതെ നാണം കെട്ട് വല്ലാത്ത ചളിപ്പോടുകൂടി തലയെ മുണ്ടിട്ട് മുങ്ങേണ്ട അവസ്ഥ. കാര്യം രാത്രി ആയിക്കഴിഞ്ഞാൽ 1 അല്ല 2 തവണ പവർ കട്ട്. ആ പവർ കട്ട് അഥവാ ഇന്ദിരാക്കട്ട് ഉണ്ടാകുമ്പോൾ ന്യായീകരിക്കാനുള്ള സർവ്വ അസ്ത്രങ്ങളും കഴിഞ്ഞു. ഇനി ന്യായീകരിക്കാൻ ചെന്ന ആൾക്കാരെ കടവായിലെ പല്ലടിച്ച് തെറിപ്പിക്കും. അതുകൊണ്ട് മിണ്ടാതെ നാണം കെട്ട് ഞെളിപിരി കൊണ്ട് ഏതെങ്കിലും സൈഡിൽ കൂടെ എസ്കേപ്പ് ആവുക. കാര്യം കറണ്ട് ഇല്ലാത്ത സന്ദർഭത്തിൽ ഇവരെങ്ങാനും സാധനം മേടിക്കാൻ വരികയാണെങ്കിൽ അപ്പൊ തന്നെ നാട്ടുകാർ വീഡിയോ ഓൺ ചെയ്ത് എന്താണ് ഇതിന്റെയൊക്കെ ഈ ഭരണം എന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയാനില്ല. പൂക്കി വിസ്മയങ്ങളെ കുറിച്ചൊക്കെ വാതോരാതെ വാചകമടിച്ച് നടന്നവരാണ്. ഇന്നലകളിൽ അതിതീവ്രമായിട്ടുള്ള ഉഷ്ണതരംഗം നമ്മുടെ നാട്ടിലുണ്ടായപ്പോൾ ചെറുതായി ഒന്ന് പവർ കട്ട് ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് എത്തി. എന്നാൽ എന്നിട്ടും 10 മിനിറ്റിൽ കൂടുതൽ അങ്ങനെ പവർ ഫെയിലിയർ ഉണ്ടായില്ല. കാര്യം പീക്ക് ടൈമിലായിരുന്നു ഇക്കഴിഞ്ഞ മാർച്ച് മാസത്തിലൊക്കെ കേരളത്തിലെ ചൂട്. ആ സന്ദർഭത്തിൽ പോലും രാത്രികാലങ്ങളിൽ ഇങ്ങനെ പവർ കട്ട് ഉണ്ടാക്കേണ്ട അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടായില്ല. പക്ഷെ കാലം മാറി, കഥ മാറി. ചങ്കും മത്തങ്ങി അറിഞ്ഞൂടാത്തവര് വാചക കസർത്തോടു കൂടി ചില കസേരകളിൽ കയറിയിരുന്നു. എന്ത് സംഭവിക്കുന്നു? ഒരു പ്രതിസന്ധി വന്നാൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആ സന്ദർഭത്തിൽ കൈയും മലർത്തി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ലേ, കറണ്ട് പോകുമെന്ന് പറയുമ്പോൾ ന്യായീകരിച്ചിരുന്നവർ, ഞങ്ങൾ വന്നാൽ ഇവിടെ വിസ്മയങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞവർ, അവർ കേവലം 1 മാസം കഴിഞ്ഞപ്പോൾ നാട്ടുകാരുടെ മുന്നിൽ ഈ നാടിനെ രാത്രിയായാൽ വൈദ്യുതി വെളിച്ചം പോലും ഇല്ലാതെ ഇരുണ്ട കാലത്തിലേക്ക് മടക്കിക്കൊണ്ട് ചെന്നെത്തിക്കാൻ എടുത്തത് കേവലം 1 മാസം മാത്രം. ആ 1 മാസം കൊണ്ട് തന്നെ ജനത്തിന് അറിയാൻ പറ്റി എന്തൊരു കഴിവുകേടാണെന്ന്. ആ കഴിവുകേടിനെ കുറിച്ച് അറിയാതെ എങ്കിലും തെരുവിൽ വന്ന് ചാടിപ്പോകുന്ന കോൺഗ്രസുകാരും ലീഗന്മാരും ന്യായീകരിക്കാൻ പറ്റാതെ നാട്ടുകാരുടെ ഊക്കൽ കേട്ട് നാണം കെട്ട് ഒളിച്ചോടുന്ന അവസ്ഥ എന്താണെന്നാണ് ആ ദൃശ്യം തെളിയിക്കുന്നത്. ഇപ്പോഴും ഈ പ്രവൃത്തി നാട്ടുകാരോട് ചെയ്തിട്ടും പൂക്കി മുഖ്യന്റെ ആ കോൺഫിഡൻസും ഡയലോഗടിയും കണ്ടിട്ട് വീണ്ടും വീണ്ടും വിചാരിക്കുകയാണ് കേരളത്തിൽ എന്തോ വിസ്മയം സംഭവിക്കുമെന്ന് കരുതുന്ന മഹാമണ്ടന്മാരായിട്ടുള്ള UDF-കാർക്ക് ഇനി വരാൻ പോകുന്ന കാലം എത്രത്തോളം അപമാനത്തിൻ്റെതാകും എന്നതിന്റെ നേർസാക്ഷ്യമാണ് ഈ ദൃശ്യം.